നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതൊരിക്കലും ലീക്ക് ആവരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. ഓ, നീയല്ലാതെ വേറെ ആരും അവളെ കാണരുതെന്നുള്ള ഒരു വാശിയല്ലായിരുന്നോ? എടാ, ഞാൻ നിന്നോട് എത്ര തവണ ആ വീഡിയോ എനിക്കൊന്ന് അയച്ചു തരാൻ പറഞ്ഞതാ. എടാ, നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ദുഃഖിക്കേണ്ടി വരുമായിരുന്നോ? എന്നാലത് അവക്ക് വല്ലാത്തൊരു ഭാഗ്യമായി പോയി. ഇനി എങ്ങനെ മഹിമ മുകുന്ദനോടെല്ലാം പറഞ്ഞിട്ട് അവൻ മനഃപൂർവ്വം നിന്റെ ഫോൺ തല്ലിപ്പൊട്ടിച്ചാണെങ്കിലോ? അവൾ അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നെങ്കിൽ ഇപ്പൊ അവൾക്ക് പേടിക്കാനൊന്നുമില്ല. അവളുടെ ചേച്ചിയോടോ ഗിരിയേട്ടനോടോ അവൾ നടന്നതെല്ലാം പറഞ്ഞ നിന്റെ കാര്യത്തിൽ അതോടെ ഒരു തീരുമാനമാവും. അവള് പറഞ്ഞിട്ടാണ് മുകുന്ദനത് ചെയ്തതെങ്കിൽ ഇന്ന് അവളുടെ അവസാനമായിരിക്കും. എനിക്കിനി മേലും കീഴും നോക്കാനില്ല. എടീ, മിണ്ടിപ്പോവരുത്. ഒന്ന് കളയും നിന്നെ ഞാൻ. ഇപ്പോഴും നിനക്ക് ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. കുറച്ചു കാലം നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിന്നോടൊന്ന് ചിരിച്ച് സംസാരിച്ചപ്പോഴേക്കും ഞാൻ വെറും ഉണ്ടാക്കാനാണെന്ന് നീ വിചാരിച്ചോ? എന്നോട് കളിച്ച വിവരം അറിയും നീ. ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ തീർക്കും. നമ്മൾ തമ്മിലുള്ള ധാരണ എന്താണെന്ന് മുകുന്ദൻ അറിയോ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാടി അവൻ കോളേജിൽ വന്ന് എന്നോട് അലമ്പുണ്ടാക്കിയത്? വക്കീല് കോളേജിൽ വന്നിരുന്നോ? നിനക്കൊന്നും അറിയില്ലായിരിക്കും. എന്നെ മണ്ടനാക്കാൻ നോക്കിയ നിന്നെ ഞാൻ വച്ചേക്കില്ല, ഓർത്തോ?